ഇവിടെ കൂടലിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും എന്ന് മനസ്സിലാവുന്നു. ശ്രീ ശിവകുമാരൻ അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അവിടെ ഒന്ന് തത്സമയം ചേരുന്നുണ്ടല്ലേ? അതെ, ശ്രുജിത്ത്, മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീത്തിലേക്ക് നമുക്ക് എത്താൻ എന്തായാലും ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 4 പേരുടെയും മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. 8 മണിയോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാവുക. 8 മണിയോടുകൂടെ അതെ, സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാകും. പൊതുദർശനം 8 മണിയോടെ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് ശ്രീജിത്ത് അല്പം മുമ്പ് പറഞ്ഞത്. ഒപ്പം തന്നെ 1 മണിയോടുകൂടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും എന്ന വിവരവുമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബന്ധുക്കളൊക്കെ എത്താനുള്ളൊരു സമയമുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വലിയ സങ്കടം ആ നാട്ടുകാർക്ക് ഉണ്ടാക്കിയതാണ് ആ അപകടം. അതിൻ്റെ നടുക്കം ഈ പറയുന്ന സ്ഥലത്തുണ്ടായ അപകടം, അവിടെ അപകടം തുടർക്കഥയാണെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെ 4 പേരുടെ ഒരുമിച്ചുള്ള മരണം അത് ഉണ്ടാകുന്നത് ആദ്യമായാണ് എന്ന് പ്രദേശവാസികൾ അന്ന് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഏറ്റവും വേദനയുള്ളത് നിഖിലിൻ്റെയും അനുവിൻ്റെയും കാര്യമാണ്. കാരണം അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചൊരു 2 ആഴ്ചക്കുള്ളിലാണ് ഈ ഒരു അപകടം. ആ അപകടത്തിൽ അത് അവരുടെ അന്ത്യയാത്രയായി മാറുന്നു. സിംഗപ്പൂരിൽ മലേഷ്യയിലേക്ക് പോയി കാനഡയിൽ ജോലി ചെയ്യുകയായിരുന്നു നിഖിൽ. അനു നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നവംബർ 30 അവരുടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഈ യാത്രയൊക്കെ കഴിഞ്ഞ് സമാധാനമായി തിരികെ പോയി ജോലിയിലൊക്കെ പോയി ഒരു പുതിയ ജീവിതം പടുത്തുയർത്താനിരിക്കെയാണ് ഇത്തരത്തിലൊരു അപകടം, വിധിയുടെ വിളയാട്ടം. എയർപോർട്ടിൽ അവരെ കൂട്ടാൻ വന്നത് സ്വന്തം അച്ഛന്മാരാണ്. അവരും ഈ അന്ത്യയാത്രയിൽ മക്കളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ആ നാടിനെ അല്ലെങ്കിൽ ആ ബന്ധുക്കളെയൊക്കെ തന്നെ ഏറെ ദുഃഖത്തിലാഴുന്നത്. ശ്രീകുമാരൻ ചേരുന്നു തത്സമയങ്ങളുമായി. ശ്രീത്ത്, മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നു. ഇനി പൊതുദർശനമാണ്. 8 മണിയോട് കൂടി തന്നെ പൊതുദർശനം ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നല്ലോ. എന്താണ് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത്? ബന്ധുക്കളെല്ലാം തന്നെ നാട്ടിലെത്തിയിട്ടുണ്ടോ? ബന്ധുക്കളെല്ലാവരും തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇതിൽ നിഖിൽ, ഇപ്പൻ, അനു, ബിജു, നിഖിലിൻ്റെ ഭാര്യ അനു ബിജു, അതുപോലെ തന്നെ ബിജു പി ജോർജ്, അനുവിൻ്റെ 3 മൃതദേഹങ്ങളാണ് ബിജു പി ജോർജിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബന്ധുക്കൾക്കും അതുപോലെ തന്നെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ വീട്ടിൽ ക്രമീകരിക്കാനും വേണ്ടിയാണ് സ്വാഭാവികമായി ഇവിടേക്ക് ഈ 3 മൃതദേഹങ്ങളും എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ബിജു പി ജോർജിൻ്റെ മൃതദേഹം മാത്രമാണ് അകത്തേക്ക് കയറ്റിയിട്ടുള്ളത്. എന്തായാലും ഈ മൃതദേഹങ്ങൾ ഏതാണ്ട് ഒരു 7 മണി അല്ലെങ്കിൽ 7:30 മണി വരെ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. മത്തായിപ്പൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ തൊട്ടടുത്ത് ഏതാണ്ട് 500 മീറ്റർ മാത്രമേ ഇവിടെ നിന്ന് ദൂരമുള്ളൂ. ആ മേഖലയിലേക്ക്, ആ വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. ബന്ധുക്കൾക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ വീടിനുള്ളിൽ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും കണ്ണീരോട് മാത്രമേ ഈ നാട് അദ്ദേഹത്തിന് വിട നൽകുകയുള്ളൂ. നിറയെ നാട്ടുകാരെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക്, അതായത് തൊട്ടടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ഈ മൃതദേഹം കാണാനുള്ള അവസരം ഇവിടെ ഉള്ളൂ. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ ഉണ്ട്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ അവരുടെ പള്ളി ഇടവകയും നടത്തിയിട്ടുണ്ട്. എന്തായാലും പൊതുദർശന ചടങ്ങുകളുടെ അവരുടെ ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട്. വലിയ വിഷമത്തോടുകൂടി കണ്ണീരണിയിക്കുന്ന കാഴ്ചകളാണ് ഈ മേഖലയിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീത്ത്, അന്ന് നടന്ന ആ അപകടം, മുറിഞ്ഞലിലെ അപകടം, അവിടുത്തെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്നറിയാനുള്ള അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ചോദ്യങ്ങൾ, അതിനൊക്കെ എപ്പോഴാണ് ഉത്തരവുണ്ടാവുക? കാരണം അന്വേഷണം ആ രീതിയിൽ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ പുരോഗതി എന്താണ്? പക്ഷേ ഇപ്പോൾ ഈ വേർപാടിൻ്റെ സമയമാണ്, യാത്ര പറയലിൻ്റെ സമയം കൂടിയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്, എല്ലാവരും ചോദിക്കുന്നത് അനുവിൻ്റെയും നിഖിലിൻ്റെയും കാര്യമാണ്. കാരണം അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അവരുടെ ആ ഒരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഒരു അന്ത്യയാത്ര നൽകേണ്ടി വരുന്നവർക്ക്. കാരണം ഇപ്പോൾ ഒരു പക്ഷേ ഈ അന്ത്യകർമ്മങ്ങൾക്കുമൊക്കെ അവിടെ എത്തിയിരിക്കുന്ന പലരും നവംബർ 30 ഏതാണ്ട് 2 ആഴ്ച മുമ്പ് ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തത് കൂടിയാണ്. അന്ന് കെ ജിനേഷ് കുമാർ, അവിടുത്തെ കോന്നി MLA അടക്കം അത് നമ്മളോട് പറഞ്ഞതുമാണ്. അദ്ദേഹം അടക്കം ആ വിവാഹത്തിൽ പങ്കെടുത്താണ്. പിന്നീട് ഈ മരണവാർത്ത കേൾക്കേണ്ടി വരുന്നു. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വിവാഹത്തിൽ പങ്കെടുത്തവർ തന്നെ 2 ആഴ്ച കഴിഞ്ഞ് അവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വരുന്നു എന്ന ഒരു വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് നാട്ടുകാർക്ക് കൈവന്നിരിക്കുന്നത്, അല്ലേ?
അതെ. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ഏതാണ്ട് 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും തന്നെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് മുറിഞ്ഞ കല്ലാപകടമായിട്ടും ആദ്യം നമ്മളവിടെ എത്തിച്ചേരുമ്പോൾ കാണുന്നത് പേരുവിവരങ്ങൾ പോലും നമുക്ക് ലഭ്യമായിരുന്നില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് മലശ്ശേരി സ്വദേശികളാണെന്നും അവരുടെ ഈ പ്രദേശത്തുകാരാണെന്നും ഒക്കെ നാട്ടുകാരാണ് നമ്മളോട് അറിയിക്കുന്നതും പറയുന്നതുമൊക്കെ. എന്തായാലും മൃതദേഹങ്ങളെല്ലാം ഇപ്പോൾ വീടുകളിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അനുവിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടേക്ക് പുറത്തേക്ക് എടുക്കുന്നത്. സ്വാഭാവികമായി ഇതും ഈ മൃതദേഹവും സമയം ഈ വീടിനകത്തേക്ക് പൊതുദർശനത്തിന് വേണ്ടി വയ്ക്കും. അതിനുശേഷം പള്ളിയിലേക്ക് എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ അന്വേഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ MVDയുടെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ ഏതാണ്ട് ദിവസങ്ങൾക്കകം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ നമ്മോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിഖിലിൻ്റെ മൃതദേഹമാണ്. നിഖിലിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബിജു പി ജോർജിൻ്റെ വീട്ടിലേക്കാണ് എടുക്കുന്നത്. ഈ വീട്ടിലെ മരുമകനായി വന്ന് ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ആ മൃതദേഹം ഇപ്പോൾ എടുക്കുന്ന വീട്ടിനകത്തേക്ക് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ വേദനയോടെ മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇത് കണ്ടു നിൽക്കാൻ കഴിയുള്ളൂ. ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ കണ്ണീരണിയുന്ന ഒരു കാഴ്ചയാണ് ഈ വീട്ടിൽ നിന്ന്, ബിജു പി ജോർജിൻ്റെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. അല്പസമയത്തിനകം തന്നെ അനുവിൻ്റെ മൃതദേഹവും വീട്ടിനകത്തേക്ക് എത്തും. അവരുടെ മധുവിധു കഴിഞ്ഞ് മലേഷ്യയിൽ നിന്നും മടങ്ങി വരുമ്പോഴായിരുന്നു ഈ ഒരു അപകടം നടന്നത്. വലിയ വിഷമത്തോടുകൂടി ബന്ധുക്കൾ വാവിട്ട് കരയുന്ന കാഴ്ച ആ ഒരു ഘട്ടത്തിൽ കണ്ടിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടു. അവർ അതിനോട് ഏതാണ്ട് പൊരുത്തപ്പെട്ടുണ്ടാകണമെന്ന് അവരുടെ പള്ളിയിലെ പുരോഹിതരടക്കം പറയുന്നുണ്ട്. വലിയ വിഷമത്തോടുകൂടി ആ മൃതദേഹം കൂടി അകത്തേക്ക് എടുക്കുകയാണ്. ഏറെ നേരം ഈ മൃതദേഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അല്പസമയത്തിനകം തന്നെ സ്വാഭാവികമായി ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് പുറത്തെടുക്കും. എന്തായാലും മാധ്യമപ്രവർത്തകർ അകത്തേക്ക് ഒരു കാരണവശാലും കയറില്ല. കാരണം അവരുടെ വീട്ടുകാരുടെ സ്വകാര്യതയാണ്. അവർക്ക് വലിയ വിഷമത്തോടുകൂടി മാത്രമേ അവർക്ക് ഈ ഒരു മൃതദേഹങ്ങളകത്തേക്ക് കയറ്റുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ കഴിയുകയുള്ളൂ. ആളുകൾക്ക് വലിയ തോതിൽ കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ വീട്ടിൽ നിന്ന് നമുക്ക് കാണാനാവുന്നത്. അത് തന്നെയാണ് ശ്രീത്ത് പറഞ്ഞതുപോലെ, അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. കാരണം ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ 2 കുടുംബങ്ങൾ ഒന്നായിട്ട് 2 ആഴ്ച പിന്നിടുന്ന സമയത്താണ് ഈ രീതിയിൽ മരണം അപകടത്തിൻ്റെ രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതെല്ലാം ജീവിതം എങ്ങനെയായിരുന്നു ഇത്രയും നാൾ അതെല്ലാം മാറ്റിമറിച്ച ഒരു അപകടം എന്ന് തന്നെ പറയാം. 2 അനുവും നിഖിലും എന്ന് പറഞ്ഞ നവ ദമ്പതികളാണ്. അവരുടെ മരണം, ഒപ്പം അവരുടെ അച്ഛന്മാരും ആ അപകടത്തിൽ മരിക്കുന്നു. അങ്ങനെ അത് ആ കുടുംബത്തിന് ഇനി അത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക, എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത്രമേൽ വലിയ ആഘാതമായിരിക്കും അവർക്കുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്രിസ്റ്റീന. അതെ, അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ആദരാഞ്ജലികൾ ആ കുടുംബത്തോടൊപ്പം. നമ്മുടെയും നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടേതായിട്ടുള്ള ആദരാഞ്ജലികൾ, അതുപോലെ നമ്മുടെ സ്നേഹവും ഒക്കെ അവരോടൊപ്പം ഉണ്ടാവും. ശ്രീത്ത് തുടർന്നുണ്ട്. ശ്രീത്ത്, ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 1 മണിയോടുകൂടി തന്നെ ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാകും എന്നാണ് നേരത്തെ ബന്ധപ്പെട്ടവർ അറിയിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെയുള്ള ആൾക്കാർ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ, കാരണം ഇത് അത്രമേൽ ഞെട്ടലുണ്ടാക്കിയൊരു അപകടവും വാർത്തയുമാണല്ലോ. അപ്പോൾ അങ്ങനെ പൊതുദർശനത്തിനായി ഒരു വലിയ ജനാവലിയെ പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെ? ഒപ്പം ജനപ്രതിനിധികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ ഇതിനോടകം? ജനപ്രതിനിധികൾ അല്പസമയത്തിനകം തന്നെ എല്ലാവരും എത്തിച്ചേരും. അതുപോലെ കോന്നി MLA, മുൻ MLA അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ എത്തിച്ചേരും. എന്തായാലും അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് 1 മണിക്കൂർ മാത്രമേ ഇവിടെ പള്ളിയിൽ മൃതദേഹങ്ങൾ വയ്ക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ സ്വാഭാവികമായി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റുകയുള്ളൂ. അത് പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് എടുക്കും. വളരെ വിഷമത്തോടുകൂടി വാവിട്ട് കരയുന്ന അമ്മയുടെയും ബന്ധുക്കളുടെയും വാവിട്ട് കരയുന്ന നിലവിളികൾ നമുക്ക് കേൾക്കാം. കണ്ടു നിൽക്കാൻ കഴിയാതെ നാട്ടുകാരും
വിതുമ്പുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ഈ വീട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ അകത്തേക്ക് കയറിയിട്ടില്ല. അത് ബന്ധുക്കളുടെ സ്വകാര്യതയാണ്. അവർക്ക് അവസാനമായി അവരുടെ വീട്ടിലേക്ക് ഇങ്ങനൊരു മടങ്ങി വരവ് ഒരു കാരണവശാലും പ്രതീക്ഷിച്ചതല്ല. ആ ദിവസം ഒരു വിരുന്നിന് പോകണം, ആ വിരുന്നിന് പോയി ആ വിരുന്ന് കൂടി യാത്ര കണ്ട് സന്തോഷത്തോടു കൂടി മടങ്ങി വരണമെന്നൊക്കെ ആഗ്രഹിച്ച ആളുകളാണ് നിഖിലും അതുപോലെ തന്നെ അനുവും. ആ വീടുകളിൽ കുമ്പഴയിലൊരു വീട്ടിൽ, ഒരു ബന്ധു വീട്ടിൽ കൃത്യമായ രീതിയിൽ ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായി അതിനൊക്കെ തന്നെ വേണ്ടിയാണ് ഇത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ വലിയ വിഷമത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അത് ഓർത്തെടുക്കാൻ കഴിയുള്ളൂ, അപകടം ഓർത്തെടുക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മോടൊപ്പം ആ ഘട്ടത്തിൽ ആംബുലൻസ് എന്തായാലും ആ ഒരു ദുഃഖത്തോടു കൂടി തന്നെയാണ്, ആ മനസ്സിൽ ദുഃഖം നിറച്ച് തന്നെയാണ് അവിടെ എത്തിയത്. ഓരോരുത്തരും ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ചടങ്ങുകൾ തുടങ്ങുന്നു. ഇനിയിപ്പോൾ പൊതുദർശനമാണ്, അതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക.